എമ്പുരാൻ എന്ന സിനിമ കൊണ്ട് തിയേറ്ററുകളെല്ലാം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. ആ അഭിപ്രായം വന്ന കൂട്ടത്തിൽ സിനിമ കണ്ടവർ കൂട്ടത്തിൽ ഞങ്ങൾ ആ സിനിമയ്ക്ക് മാർക്ക് കൊടുത്തു. ആ മാർക്ക് കൊടുത്ത് ചിലർക്ക് ഇഷ്ടമായില്ല. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ബസൂക്കയെക്കുറിച്ചുള്ള നെഗറ്റീവ് റിപ്പോർട്ടുകൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ആ നെഗറ്റീവ് റിപ്പോർട്ടുകൾ 2-3 ഞങ്ങൾക്കും അയച്ചു തന്നിരിക്കുന്നു. കൂട്ടത്തിലൊരു ചോദ്യം: ഈ സിനിമയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ചില അപാകതകൾ സംഭവിച്ചു എന്ന് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏപ്രിൽ 10 റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂട്ടിയുടെ ബസൂക്കയെക്കുറിച്ചൊരു ആങ്സൈറ്റി ഉണ്ടാവും. സ്വാഭാവികം. ഫാൻസുകാർ തമ്മിലുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. പ്രവർത്തനങ്ങളൊന്നും ആലോചിക്കണം അല്ലേ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് ശരിയുടെ പക്ഷം മാത്രമേ ഉള്ളൂ. വേറൊരു പ്രശ്നവും നമുക്കില്ല. ഒരാളോടും വൈരാഗ്യം കൂടുതലോ കുറവോ, സ്നേഹക്കൂടുതലോ സ്നേഹക്കുറവോ ഒന്നുമില്ല. മമ്മൂട്ടിയുടെ സിനിമ നല്ലതാണെങ്കിൽ അത് നല്ല സിനിമ, മോഹൻലാലിൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നല്ല സിനിമ, പൃഥ്വിരാജിൻ്റെ അങ്ങനെ ആരുടെ ആയാലും, ദിലീപിൻ്റെ സിനിമ കൊള്ളാവുന്നതാണെങ്കിൽ അത് നല്ല സിനിമ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ. ഒരു സിനിമയും പരാജയപ്പെടാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രം നിലനിന്നിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനം കൂടിയാണത്. അപ്പോൾ പരാജയം പാടില്ല, സിനിമകളെല്ലാം രക്ഷപ്പെടണം, ഒരു നിർമ്മാതാവിനും കുഴപ്പം പാടില്ല എന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് പല സിനിമകളും പടപടാ എന്നിങ്ങനെ വീണുപോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടം എന്നും നിർമ്മാതാവിന് മാത്രമാണ്, വേറെ ആർക്കും നഷ്ടമുണ്ടാവില്ല. അയാളെക്കുറിച്ച് ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. നശിച്ചോ എന്ന് ചോദിച്ചാൽ ആ നശിച്ചു പോയി, പുതിയൊരാൾ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടന്മാരും അവരുടെ സിൽബന്ധികളുമൊക്കെ നിർമ്മാതാവിൻ്റെയും വേഷം കെട്ടിവരുമ്പോൾ പഴയ നിർമ്മാതാക്കൾക്ക് സ്ഥാനവും ഇല്ലെന്ന് ആലോചിക്കണം. അങ്ങനെ അവർ കെട്ടിപ്പൊക്കി ഉയർത്തിയ ബഹുനില കെട്ടിടങ്ങളുണ്ട് മലയാള സിനിമയിൽ. അതിലിടയ്ക്കൊക്കെ ചിലത് തളർന്നു വീഴാറുണ്ട്. അമിതമായിട്ടുള്ള വലിയ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പോലെയുള്ള സിനിമകളാണ് എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളും തകർന്നടിഞ്ഞ നമുക്കറിയാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒരു വലിയ കെട്ടിടമായിരുന്നു എമ്പുരാൻ. അതിൽ ചിലതൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, ഞാൻ ആ സിനിമ കാണാൻ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ഫാൻസുകാരുണ്ട്. നമുക്ക് അവരോടൊക്കെ ഭയങ്കര സ്നേഹപൂർവ്വം. കാരണം ഇത്ര ആത്മാർത്ഥമായി ഓടി നടക്കുകയാണ് അവരെന്ന് ആലോചിക്കണം. അവർക്ക് ഈ സിനിമ റിലീസ് തിയേറ്ററിൽ കാണുന്നതിന് മുമ്പ് ആ സിനിമ എന്താണെന്ന് അവർക്കറിയില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസ്, മോഹൻലാലിന് ഇഷ്ടം, പൃഥ്വിരാജിന് ഇഷ്ടം, ആ ഇഷ്ടങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ തിയേറ്ററിൽ ഓടി ഈ സിനിമ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥനകളുമായി ഓടി നടന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ഫാൻസുകാർ കുറേ പേരുണ്ട്. അതിൽ കള്ളനാണയങ്ങളും ഉണ്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. വിധികർത്താക്കളിൽ ഒരാളാകേണ്ട ഗതികേട് നമുക്കുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ലെങ്കിൽ സിനിമയെക്കുറിച്ച് അറിയാവുന്ന അതിൻ്റെ രസക്കുടുക്കുകൾ നോക്കിക്കൊണ്ട്, അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാർക്കിടുക എന്നുള്ള രീതിയുണ്ട്. ഞങ്ങൾ അതേ ചെയ്തുള്ളൂ. അത് ചിലർക്ക് ഇഷ്ടമായില്ല, ചിലർക്ക് ഇഷ്ടമായി. ചിലർ വെരി ഗുഡ് പറഞ്ഞു, ചിലർ മോശം പറഞ്ഞു, ചിലർ തന്തയ്ക്ക് വിളിച്ചു, ചിലർ അമ്മയ്ക്ക് വിളിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും പിന്നീടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ശരിയാണ് എന്ന് തോന്നില്ലേ, പിന്നീട് കുറേ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചിലർ ചോദിച്ചു, സന്തോഷമായില്ലേ? നിങ്ങളുടെ എതിരാളി മോഹൻലാലിൻ്റെ പടത്തിന് കുറച്ച് ആട്ടം വന്നില്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, മോഹൻലാൽ എൻ്റെ എതിരാളിയാണെന്ന് ആര് പറഞ്ഞു? മോഹൻലാൽ ഒരിക്കലും എൻ്റെ എതിരാളിയല്ല. എന്നെ കേസിൻ്റെ കാര്യത്തിൽ സഹായിച്ച കൂട്ടത്തിൽ ഞാൻ വിശ്വസിച്ചവരെക്കാൾ കൂടുതൽ സഹായിച്ചത് മോഹൻലാലാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറയും. ഈ വ്യക്തിവൈരാഗ്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവുമില്ല. ഞങ്ങൾ വാങ്ങൽ കൊടുക്കുകളും നടന്നിട്ടില്ല. പിന്നെ മോഹൻലാൽ ലാലിൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ലാലിൽ നിന്ന് സിനിമയുടെ മാറ്റർ അധികം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും വിട്ടു പറയുന്ന കൂട്ടത്തിലല്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ചിരിയിൽ ഒതുക്കുന്നു. അങ്ങനെയൊക്കെ ചില കൊണ്ടൊഴിച്ച്
ഒരു ശത്രുതാ മനോഭാവമോ എതിരാളി സ്വഭാവമോ ഞങ്ങൾക്കില്ല. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ദോഷം വരരുത് എന്ന് ആഗ്രഹിച്ചവരിൽ ഒരാൾ തന്നെയാണ് ഞങ്ങളെന്നാലും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മമ്മൂട്ടിയുടെ ബസൂക്കയാണ് അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആ സിനിമയ്ക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു പുച്ഛത്തോടെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ആ സിനിമയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മുമ്പൊക്കെയാണ് നമുക്ക് സിനിമയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നു. ഒരു കാര്യവും അവർ പറയില്ല. അത്രയും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയാണ് ഇപ്പം എല്ലാവരും. എന്നിട്ടോ ഏറ്റവും കൂടുതൽ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിട്ട് ഓരോ സിനിമയിലും തിയേറ്ററിൽ വന്ന് പെടാപ്പാട് പെടുന്നു നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ രഹസ്യത്തിലും കാര്യമില്ലാന്ന് മനസ്സിലായല്ലോ. മുമ്പൊക്കെ സിനിമയുടെ പ്രിവ്യൂ കാണിക്കുമായിരുന്നു, ഇപ്പം അതും കാണിക്കുന്നില്ല. ഒക്കെ ചോർന്നു പോകും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ? പല സിനിമകളും തിയേറ്ററിൽ കാണിക്കുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കാണിച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങളെക്കുറിച്ച് സംസാരമുണ്ടാകും. മോഷണ സീനുകളെല്ലാം ഇന്ന സിനിമകളിൽ ഉണ്ട് എന്ന് വിവരമുള്ളവർ പറയുന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രിവ്യൂ സമ്പ്രദായം കുറച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്ക ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ്. എമ്പുരാൻ പ്രതീക്ഷയുണ്ടായിരുന്ന അതേപോലെ തന്നെ ഒരു തുല്യ രീതിയിൽ തന്നെയാണ് നമ്മൾ ബസൂക്കയെ നമ്മൾ കാണുന്നത്. മമ്മൂട്ടിയുടെ സിനിമ, ഈ പല സിനിമകളും ഈ സിനിമയെക്കുറിച്ചല്ല പറയുന്നത്. മറ്റു ചില സിനിമകൾ തിയേറ്ററിൽ അധികം ഓടിയില്ലെങ്കിൽ പോലും അതൊക്കെ പെർഫെക്റ്റ് സിനിമ വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അഭിനയവും നന്നായിരുന്നു ആലോചിക്കണം. അപ്പോൾ ഒരു സിനിമ സാമ്പത്തികമായിട്ട് വിജയിച്ചില്ലെങ്കിൽ പോലും നല്ല സിനിമയാണെങ്കിൽ അത് നല്ല സിനിമ തന്നെയാണ്. ഇവിടെ സിനിമയെ രണ്ട് തരത്തിലൊക്കെ നമ്മൾ തിരിക്കാറില്ലേ? ഈ ഓടാത്ത സിനിമ, ഓടുന്ന സിനിമ. ഓടാത്ത സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തിരുന്നത് മുമ്പ്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നല്ല സിനിമയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ മമ്മൂട്ടി എന്നുള്ള നടൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, മമ്മൂട്ടി ഒരു കോപിയാണ്. ഇങ്ങനെ പെട്ടെന്ന് കോപം വരും, പെട്ടെന്ന് ദേഷ്യം വരും. മോഹൻലാൽ അങ്ങനെയില്ല. മോഹൻലാൽ ഇങ്ങനെ അടക്കി ഒതുക്കി നിൽക്കും. ഒരിക്കൽ ഞാൻ മമ്മൂട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇത്രയും ദേഷ്യം, നിങ്ങൾക്ക് എന്താ ഇത്രയും കോപം? മോഹൻലാലിന് അങ്ങനെ ഇല്ലല്ലോ. മമ്മൂട്ടി അന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരൊക്കെ, എൻ്റെ പേരിൽ ഒരു കുട്ടിയുണ്ട്, മുഹമ്മദ് കുട്ടി എന്നാണ് എൻ്റെ സ്വന്തം പേര്, അതിലൊരു കുട്ടിയുണ്ട്, അത് നിങ്ങൾ മാറ്റി. ഇപ്പം മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയിലൊരു കുട്ടിയുണ്ട്. കുട്ടിയുടെ സ്വഭാവം എന്താ? കുട്ടികളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. കുസൃതി കുടുക്കുകൾ എന്ന് കേട്ടിട്ടില്ലേ? ചില കുട്ടികൾ കുറ്റങ്ങൾ കൂടുതൽ ചെല്ലും, ചിലപ്പോൾ കളിപ്പാട്ടം എടുത്ത് വലിച്ചെറിയും. ഇതൊക്കെ ഉണ്ടായിരിക്കാം. അതപ്പം കഴിഞ്ഞു. എന്ന പോലെ തന്നെ ഞാൻ പ്രായമായാലും എന്നിൽ കുട്ടിത്തരമുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ഞാനപ്പോൾ ദേഷ്യം കാണിക്കും. കോപം വരും, കോപം കാണിക്കും. അത് കഴിഞ്ഞപ്പോൾ ലാൽ ചെയ്യുന്നത് എന്താ? ലാലെല്ലാം അടക്കി പിടിച്ചു നിൽക്കും. അതായത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ ആ വെള്ളം കെട്ടി നിന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ. അതേ സ്ഥാനത്ത് അത് തുറന്നു വിടുകയാണെങ്കിലോ ശാന്തമായി സുഖമായി ജീവിക്കുള്ളൂ. അത് എനിക്കുണ്ട്. അത് കഴിഞ്ഞാൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും, പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് മമ്മൂട്ടി അന്ന് പറഞ്ഞിരുന്നത്. അന്ന് പറഞ്ഞത് മാത്രമല്ല, മമ്മൂട്ടി ഇന്നും അങ്ങനെ തന്നെയാണ്. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കും. അതപ്പോൾ കഴിഞ്ഞു. അത് വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം ഒരു പരീക്ഷണം നടത്തി ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ടേ ഉറങ്ങാറുള്ളൂ എന്നാണ് കേൾക്കുന്നത്. ആയിരിക്കാം. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നു, നിങ്ങൾ ചോദിച്ച ഒരേ ഒരു ചോദ്യത്തിന് മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഞങ്ങളുടെ പക്ഷത്തും വന്നിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട നെഗറ്റീവ് കമൻറ്റുകളാണ് ഞങ്ങൾ കിട്ടി. ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ചാണ് ഈ സുഹൃത്ത് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മുൻവിധികളില്ല. ഞാൻ ഈ സിനിമ ഏപ്രിൽ 10 തന്നെ രാവിലെ ഞാൻ ആ സിനിമ കാണും. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് പോയിൻറ്റുകളെല്ലാം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഞങ്ങളുടെ വീഡിയോയിൽ കൂടി പറയും. കാണാതെ ഒന്നും പറയില്ല. കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ പറയാറുള്ളത്. എന്നാലും ബസൂക്കയിൽ ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ഏപ്രിൽ 10 സിനിമ കാണൂ, എന്നിട്ട് പറയൂ.